ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റേറിയൻ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഡിഷ്, മാങ്ങക്കറി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അധികം പേരൊന്നും പ്രിപ്പയർ ചെയ്യാത്തൊരു കറിയാണ്. പക്ഷെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു കറിയാണ്. ചോറിന്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം ഒക്കെ കഴിക്കാം. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം വെറുതെ കഴിക്കാൻ തോന്നും. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് എന്നും കൂടി വേണമെങ്കിൽ പറയാട്ടോ. ഇത് വെറുതെ കഴിക്കാന്നുള്ള പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ചെറിയൊരു സ്വീറ്റും അങ്ങനെ ചെറിയ എരിവൊക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ. അപ്പൊ നമ്മളിവിടെ ഒരു പച്ചമാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുക്കുംബർ, അതാണ് നമുക്ക് വേണ്ടത്. 1/2 ടീസ്പൂണോളം കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 2 നുള്ള് കായം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ അവരവരെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് സോൾട്ട്, 2-3 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ അത് കുക്ക് ചെയ്യാൻ. നമ്മള് വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. ഇതിന്റെ ഉള്ളിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടേ നമുക്കൊന്ന് കളയണം. ഈ മാങ്ങ നമുക്ക് മുഴുവനോടെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. കുക്കുംബർ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. കുക്കുംബർ നമ്മൾ ഇങ്ങനെയാണ് നോക്കിയുള്ളത്, ഈ ഒരു രീതിയിൽ. മാങ്ങ നമുക്ക് സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ. അപ്പൊ നമ്മള് ഒരു പോട്ട് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ എണ്ണയൊക്കെയാണ് കേട്ടോ ഞാൻ ഒഴിക്കണേ. അപ്പൊ എണ്ണ ചൂടായി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, ഫ്ലെയിം കുറച്ച് വയ്ക്കുക, കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ കായം പൊടിച്ചത് ഒരു 2 നുള്ള് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി നമ്മള് കുക്കുംബറും മാങ്ങയും കൂടി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇത് വേവാനുള്ള വെള്ളം മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുക്കുംബറിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പൊ അധികം വെള്ളം ഒഴിക്കണ്ട, ഇത്ര വെള്ളം ഒഴിക്കാം. അതായത് ഒരു 1.5 കപ്പ് വെള്ളമൊക്കെയാണ് ഞാൻ അതിന് താഴെയാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായി കുക്കാവണം. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് ധാരാളമാണ് കുക്കാവാൻ. അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഇപ്പൊ ഒരു 6-7 മിനിറ്റ് ആയിട്ട് കേട്ടോ. ഇതിന് വേവാവാനുള്ള ഉള്ളൂ കേട്ടോ. വേവാവണം, അത്രേ ഉള്ളൂ. ഇപ്പൊ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യണേ. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ ഷുഗർ എടുത്ത് വെച്ചത് ആഡ് ചെയ്യാം കേട്ടോ.
ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.